നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിനെ കുറിച്ചിട്ട് ഫോണിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫോൺ തുറക്കുന്ന സമയത്ത് ഗൂഗിൾ തുറക്കുമ്പോൾ യൂട്യൂബ് തുറക്കുമ്പോഴൊക്കെ അതിൻ്റെ പരസ്യങ്ങളായിരിക്കും പിന്നീട് അതിൻ്റെ റേറ്റും അതിൻ്റെ ഓഫറും കാര്യങ്ങളായിരിക്കും ഗൂഗിൾ കാണിക്കാറുള്ളത്. എന്തെങ്കിലും ഒരു കാരണം, ഒരു കാർ വാങ്ങുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തൊരു ഫോൺ വാങ്ങുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു വസ്തു വാങ്ങുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാലും ഉടനെ ഈ ഒരു പരസ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയെന്ന്. അല്ലേ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സംഭവം ഉണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ അത് ഒരു സത്യമായ തിയറിയാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതെല്ലാം ഗൂഗിൾ കോപ്പി എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പെർമിഷൻ കൊടുത്തതുകൊണ്ട് ഗൂഗിൾ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗൂഗിൾ ആ പരസ്യങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫോണിലുള്ള ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. പെട്ടെന്ന് ഗൂഗിളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചറൊക്കെ കൊടുക്കാൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. ഗൂഗിൾ അക്കൗണ്ടിൽ ഡാറ്റ ആൻഡ് പ്രൈവസി, ഈ ഡാറ്റ ആൻഡ് പ്രൈവസിയിലാണ് ആ ഓപ്ഷൻ ഉള്ളത്. ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ വെബ് ആൻഡ് ആക്ടിവിറ്റിയിൽ പോവുക. ഈ വെബ് ആൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻക്ലൂഡ് വോയിസ് ആൻഡ് ഓഡിയോ ആക്ടിവിറ്റി എന്നുണ്ടല്ലോ, ഈ ഒരു സംഭവം ഡിസേബിൾ ചെയ്യുക. ഓക്കെ, അത് ഡിസേബിൾ ചെയ്തിട്ട് ഏറ്റവും അടിയിൽ പോയിട്ട് നിൽക്കുന്നത് ഏറ്റവും അടിയിലേക്ക് കൊണ്ടുപോയിട്ട് ഫുള്ള് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അടിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് സേവിങ്, അതായത് ഈ സ്റ്റോപ്പ് സേവിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് നമ്മുടെ വോയിസുകൾ ഗൂഗിൾ ശ്രദ്ധിക്കില്ല. അതായത് ഇതേപോലെ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു, ആപ്ലിക്കേഷനെല്ലാം നമ്മളെ വോയിസും കാര്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നുണ്ട്. ഗൂഗിള് ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമ്മളെ വോയിസുകൾ ശ്രദ്ധിക്കില്ല.